ഇതിൽ ട്രാൻസ് ഫാറ്റും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് നന്നായിട്ട് അടിഞ്ഞു കൂടുകയും അതുവഴി ആർട്ടറീസിൽ ധമനികളിലുണ്ടാകുന്ന ആ ഒരു പ്ലേക്കിൻ്റെ രൂപീകരണം, അതായത് അടിഞ്ഞു കൂടിയിട്ട് പ്ലേക്കായിട്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള രക്തയോട്ടത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഹൃദ്രോഗത്തിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിൽ. അതുപോലെ തന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ BP, അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഫ് വാങ്ങി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങി കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഓയിൽ കണ്ടൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഉപ്പുണ്ട്, മസാലയുണ്ട്, അങ്ങനെ പല സാധനങ്ങൾ ആഡ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള BP ഷൂട്ടപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ BP പ്രശ്നം വരാനുള്ള സാധ്യതയും ഉണ്ട്. കുടലിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കുടലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ, കുടലിലുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളും കൂടി ഇതിൽ വരും. ഇതിൽ റെഡ് മീറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണെന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്കത് കുടലിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂട്ടും. അപ്പോൾ തന്നെ ഇപ്പം നമുക്കറിയാം സമൂഹത്തിൽ ധാരാളമായിട്ട് ഈ കോളൻ ക്യാൻസറൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഈ സ്ഥിരമായിട്ട് ബീഫൊക്കെ കഴിച്ച് വരുന്നവർക്ക് അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്.